ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും അധികം നടക്കുന്നതെന്ന് സ്ഥിരീകരിച്ച ആരോഗ്യവകുപ്പ്. വീട്ടിലെ പ്രസവവും മരണവും ആവർത്തിക്കുമ്പോഴും ഇതിനെതിരെ എന്തു നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ ഉത്തരവില്ല. വീട്ടിൽ പ്രസവിച്ച മുസ്ലിം വനിതകൾക്ക് അവാർഡടക്കം നൽകി വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനം നൽകുന്ന ആക്വിഷ് സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടും അതിനെക്കുറിച്ച് ഒരന്വേഷണവും ഇതുവരെ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുമില്ല. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം ഏറ്റവും അധികം നടക്കുന്നത് മലപ്പുറത്താണെന്ന് ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. മലപ്പുറം ബെൽറ്റിലാണ് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഹോം ഡെലിവറി കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. അതിന് കൂടുതലായിട്ട് നമ്മൾ അവയർനെസ്സിനുള്ള ശ്രമങ്ങൾ ധാരാളമായി നടത്തുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് കാര്യം ധരിപ്പിച്ചെങ്കിലും പതിവ് പോലെ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നൊരു അഴകുഴമ്പൻ മറുപടി മാത്രമാണ് ലഭിച്ചത്. ഞാനത് മാഡത്തിന്റെ അടുത്ത് പറയാം, കോണ്ടാക്ട് ചെയ്ത വിവരം പറയാം. കൗൺസിലിംഗ് നൽകുന്നുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ തന്നെയാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് മുസ്ലിം യുവതി ഇന്നലെ മരണപ്പെട്ടത്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. മാത്രമല്ല, വീട്ടിൽ പ്രസവിച്ച മുസ്ലിം യുവതികൾക്ക് അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനം നൽകുന്ന കൂട്ടായ്മ അക്കുഷനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടും അതിനെതിരെ യാതൊരു നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. 2023-24 വർഷത്തിൽ 523 വീട്ടിലെ പ്രസവങ്ങളാണ് മലപ്പുറത്ത് മാത്രം നടന്നത്. 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലത്ത് മലപ്പുറത്ത് 93 വീട്ടിലെ പ്രസവങ്ങൾ നടന്നുവെന്നാണ് വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഒരുപോലെ അപകടമുണ്ടാക്കുന്ന വീട്ടിലെ പ്രസവത്തിന്റെ കണക്കുകൾ ഇങ്ങനെ കുത്തനെ ഉയരുമ്പോഴും ആരോഗ്യവകുപ്പ് കുറ്റകരമായ മൗനം തുടരുകയാണ്. ജനം, കോഴിക്കോട്.